ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവിടെ ചൂലിനടിച്ച് വൃത്തിയാക്കാനുണ്ട് തോമ്മൻ. കളറല്ലേ കുറച്ചാ എനിക്ക് മാത്രം ഇട്ടാ മതി. കുറെ നാളായി രാവിലെ തന്നെ എണീക്കണം എന്ന് വിചാരിച്ചിരിക്കണം. പക്ഷേ എത്ര നോക്കിയിട്ടും രാവിലെ എണീക്കാൻ പറ്റണില്ല. ഇന്നും വിചാരിച്ച് രാവിലെ എണീക്കണമെന്ന്, പക്ഷെ ഇന്നും എണീറ്റില്ല. സോ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്കാരൻ്റെ ഒരു അനിയത്തിയുടെ കല്യാണമാണ്. അപ്പം അതിന് പഴയ കൂട്ടൊക്കെ പോലെ എല്ലാവരും കൂടിയൊക്കെയാണുള്ള പണ്ട് പന്തലും ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറുള്ളത്. ഫുഡ് നമ്മയിലൊക്കെ വെക്കണത് അത് വേറെ കാര്യം. നമ്മയാണ് അവിടുത്തെ ഡിസൈനും സെറ്റപ്പും സ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്സുകളൊക്കെ അത് കൂടി തന്നെയാണ് ശരിയാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാനപ്പയും കൂടി പൂടുക്കാൻ മാളയിലോട്ട് പോകുമ്പോഴാണ് എല്ലാ പ്രാവശ്യവും എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നില്ല കല്യാണവും കാര്യവും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അഭിനെടുക്കണം, അഭിനെടുത്തിട്ട് നേരെ മാളയ്ക്ക് പോകണം. പിന്നെ ബാക്കി സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, പക്ഷെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അഭിനെടുക്കാൻ പോവാം. സാംസൺ രാവിലെ തന്നെ ലൈറ്റിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. സാംസൺ തീരും ഇത് വൈകുന്നേരം നമ്മൾക്ക് റബ്ബർ ലൈറ്റാണ് സാംസൺ വെച്ചേക്കണത്, കത്തിക്കൂടെ. 8 മണി സമയമായിട്ടില്ല, 9:20 മഴയിൽ പൂടുകാൻ അഭി വരുന്നുണ്ട്. അഭി നമ്മ എന്താണ് പരിപാടി? നമ്മളിന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റേജ് ഇടാൻ പോകുന്ന ചെയ്യാൻ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മാളേക്ക് പോവാം. അതിന് മുമ്പ് തൊമ്മൻറ്റൂട്ടിലൊന്ന് കയറണം, പൈസയൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്. എന്നാലേ പൂ വാങ്ങിക്കാനുള്ള പൈസ ഇട്ടുള്ളൂ. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. കല്യാണമായിട്ടുള്ള പരിപാടികൾ രാവിലെ തന്നെ ലോഡ് കയറ്റാനായിട്ട് വീട്ടിൽ കിടക്കണേണ്. കല്യാണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം തിന്നാം. അയ്യോ ആദ്യത്തെ പരിപാടി ഉണ്ണിയപ്പം തിന്നുകൊണ്ട് തന്നെ ആവാം, അതാണ് ഏറ്റവും നല്ലത് അല്ലേ? അപ്പൊ നോക്കോ നമ്മൾ ഒന്നപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഒന്ന് കയറി സന്ദർശിച്ച് ഉണ്ണിയപ്പൊക്കെ എടുത്തിറങ്ങി. അപ്പം ഇനി അവിടെ നിന്ന് നേരെ മാളയ്ക്കുള്ള പോകാനുള്ളതാണ്. ഷിയോണിനോട് ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷിയോൺ ഒച്ചപ്പം ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തോളും. അപ്പോൾ നമുക്ക് എത്തിയാൽ മതി. അപ്പോൾ ഓഫ് ടു മാള, അല്ലെ മാളയ്ക്ക് പോകാൻ പിരി. അപ്പം മാളയിൽ കാണാം. ബോഡി വീട്ടിലെത്തിക്കണടാ. റീത്ത് പറയട്ടെ പാപ്പാ. എത്തി കഴിച്ച് നമ്മ അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് പൂക്കൾ എടുക്കാൻ പോവാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പിന്നെ ഓരോന്നോരായിട്ട് ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി ഇവിടെ തീർന്ന് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകാം. അപ്പോൾ അവന്മാരോട് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടാവും. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. എന്തായി നമ്മുടെ ഒച്ചപ്പഞ്ചാൻ്റെ വീടാണത്. ഞാനാണ് എല്ലാ സാധനങ്ങളും നിൽക്കുന്നത്. ഒമ്മനെ ഓർഡറുള്ള വീഡിയോ വരുമ്പോ സാധനം നമ്മ ഒച്ചപ്പഞ്ചാൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ഷിയോണോടെ എല്ലാ സാധനങ്ങളും എടുത്ത് സ്റ്റേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ആ വണ്ടി തന്നെ ഡെഫ്രിജറേറ്റർ ഡ്രൈവർ തന്നെ ഉണ്ട്. റിവേഴ്സ് വെച്ചാൽ റിവേഴ്സ് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പം ആ മുട്ടൊന്നൊരു പ്രിയ പ്രശ്നം. അപ്പം എന്തായാലും നമുക്ക് കയറ്റി സാധനങ്ങളെ കയറ്റിയിട്ട് വരാം. കഴിച്ചപ്പ പണ്ടാറയിലാണ് ഒരു കണക്കിന് നമ്മൾ ലോഡ് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മാറ്റി സാധനങ്ങൾ എടുക്കാണ്ട്. ഷോന്റെ വെള്ളം കുടിച്ച് ചത്ത് അയ്യോ സീനാണ്. അപ്പം ഞാൻ സ്ഥലത്തോട്ട് എടുക്കാൻ വീട്ടിൽ വന്ന് കളിക്കണ എന്നാലും ശരിയാവുള്ളൂ. നിനക്ക് എന്ത് പറ്റി? ഒന്നും പരിപാടിയില്ല കാശ്, വെറുതെ പറ്റിക്കണേ. എല്ലാവരും എത്തിയിട്ടുണ്ട് കാശ്. ഇവിടെ പണ്ടാറ വെയിലായതുകൊണ്ട് സഹിക്കാൻ പറ്റണില്ല. എന്നാലും നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണ കാരണം നിർത്താനും പറ്റില്ല. ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ചൂലിനടിച്ച് വൃത്തിയാക്കാനുണ്ട് തോമ്മൻ. എല്ലാവരും ഉണ്ട്.
നമ്മുടെ ലോഡ് വന്നിട്ട് അതെ എന്താ മന്ദം അഭിത്താണ് നമ്മുടെ ലോഡ് കൊണ്ടുവരുന്ന ആള്. എടാ അഭിയാണ് ലോഡിൻ്റെ ഡ്രൈവർ. അപ്പോൾ എല്ലാ ലോഡും നമ്മുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇറക്കട്ടെ കാശ്. പണിയെടുക്കുന്ന കട എന്നെ കിട്ടും, നമ്മ മേടിക്കണ്ട. അവിടെ പണിയെടുക്കണോ? ഗൈസ് നമ്മുടെ സ്റ്റേജിൻ്റെ പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും അതിസാഹസികമായ പണിയിലാണ്. എടുക്ക ഇത് ഷർട്ടൊക്കെ വരിട്ട് തുണി മാറ്റി കയറ്റി കഴിച്ചു. ടെൻറ്റിൻ്റെ തുണി കയറ്റി വേറെ തുണിയൊക്കെ കയറ്റുന്നുണ്ട്. ലിയോപ്പനൊന്നും അറിഞ്ഞൂടാ. എടാ പറയടാ. പണികൾ പുരോഗമിക്കുന്നു. ഈ പൂവ് വാടാതിരിക്കാൻ കുപ്പിയിലാണ് റോസ് ഊതി കയറ്റിയിട്ടുള്ളത്. കേട്ടിടക്കണേ Sajusa pasti. ഓൾറെഡി സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് നമ്മൾ ടെൻറ്റാണ് കയറ്റാൻ പോണത്. എല്ലാവരും ഉണ്ട്. പണ്ടാർദാഹം കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് ചോറ് തീറ്റുണ്ട്. ഇതൊക്കെയാണ് എൻജോയ്മെൻറ്റ്. ഇതൊക്കെ അന്യം നിന്ന് പോയ സാധനങ്ങളൊക്കെ എല്ലാവരും കൂടി വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പോൾ ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കട്ടെ. നിനക്കതിന് പറ്റിയിട്ടില്ല, നമുക്കെന്തെങ്കിലും ചെയ്യാം, കേസ് കൊടുക്കാന്ന് പറഞ്ഞാണ് ഇവന്. ഭക്ഷണം കഴിക്കാനായിട്ടാണ് രൂപം വന്നിരിക്കുന്നത്. അഘോരമായ പണിയെടുത്ത് കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കിട്ടും. ഇങ്ങനെ അതാണ് നമ്മുടെ പരിപാടി. എനിക്ക് മാത്രം ഇട്ടാൽ മതി. കഴിക്കാനട്ടം തന്നെ ഐസപ്പ അതിശക്തമായ പണിയായിരുന്നു. അപ്പോൾ നമുക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കഴിക്കാൻ പോണിന്. ഇടും ആ ഒന്നാമത് ഇപ്പം ക്ഷാമമാണ്. ഇവിടെ അല്ലേ ഐസപ്പ ഇന്ന് തലേ ദിവസത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലുക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. തലേ ദിവസം വന്നത് ഈ ഒരു ടൈപ്പിലാണ് വന്നത്. ഇനി രണ്ട് കൂളറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മിങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ അത് വേറൊരു മൂഡാണ്. അപ്പോൾ ഇനിയുള്ള ഇതൊക്കെ ഇനി രാത്രിയിലായിക്കോളൂ. അപ്പോൾ ഇച്ചിരി നേരം പോയി ഇനി കിടന്നിട്ട് ഇനി രാത്രി കാണാൻ കഴിച്ചു. അപ്പോൾ അങ്ങനെ രാത്രി വൈബാക്കാനുള്ള ഒരു മൂഡിലാണ്. അതായത് രാത്രി കാണാം. എന്താണ് പരിപാടി? കല്യാണ പെണ്ണോടിരിപ്പുണ്ട്. ടിഷേർട്ടിനാണ് നമ്മുടെ ഫോട്ടോക്കാരെ. പാവം തൊണ്ടി കയറി വരുന്നുണ്ട്. ഇത്രയും പേരുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. കല്യാണത്തിന്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. എല്ലാ ഫോട്ടോയിലും കയറി ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഓപ്പൻ. പരിപാടി കളറല്ലേ കൊച്ച?
ചെക്കന്മാരെല്ലാം ചതിച്ചു. അത് നോക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഉടമ്പിടിച്ച് പോകാൻ കണ്ടില്ല. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ കാണാം. നല്ല ദിവസത്തെ ഫുഡ് അടിയാണ് നമ്മൾക്ക്. എല്ലാവരും പരിപാടി ചെയ്ത് രാത്രി ഫുഡ് കഴിയുമ്പോൾ പഴയ ഒരു വൈബാണത്. എന്തായാലും ഫുഡ് കഴിക്കാൻ കാണിച്ചു തരാം. ഗുഡ് ഗുഡ്. വീണ്ടും അവനൊറ്റക്കാക്കിയിരിക്കുന്നു. രാത്രിയിലത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കല്യാണ വീട്ടിൻ്റെ തലേ ദിവസത്തെ പരിപാടി. വിശന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തണ്ണിമത്തൻ, പെണ്ണ് മധുരമൊന്നുമില്ല, തണ്ണിമത്തനാണ് എല്ലാവരും കൊടുക്കണത്. എനിക്ക് വരണം. അവൻ്റെ ആ മനസ്സുണ്ടല്ലോ, നല്ല മനസ്സ്. അത് നമ്മൾ രാത്രി തണ്ണിമത്തനൊക്കെ അടിച്ചിട്ട് പണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. രാത്രി ഫുൾ ഓൺ ഫുൾ പവറാണ്. നല്ല രസം. പണിയിലോട്ട് വരട്ടെ. ഐസ്ക്രീം കൗണ്ടറിലെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ തിരക്കാണ് വെള്ളത്തിൻ്റെ അകത്ത് കാണുന്നത്. ഫുഡിൻ്റെ അവിടെ ആരുമില്ല, എല്ലാവർക്കും ഐസ്ക്രീമും വെള്ളവും മതി എന്നാണ് പറയുന്നത്. MLA യുടെ ശുപാർശ കത്തുണ്ടെങ്കിലേ ഇത് കിട്ടുള്ളൂ, അല്ലേ കുഞ്ഞാപ്പൂ? ഓക്കെ.